ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് നല്ല ഗ്രിൽഡ് ഫിഷ് ആയിട്ടാണ്. ഗ്രിൽഡ് ഫിഷ് വിത്ത് ഗ്രീൻ മസാല. സാധാരണ നമ്മൾ ചെയ്യുന്ന ഒരു റെഡ് മസാല അല്ല, ഗ്രീൻ മസാലയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്? നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇത് കണ്ടു നോക്കൂ. സോ വെൽക്കം ബാക്ക് ടു evaslifenest കുക്കിംഗ് വ്ളോഗ്. അപ്പോൾ ഞാൻ ഫിഷ് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇത് seabreem എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽപ്പെട്ട ഒരു ഫിഷാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വരഞ്ഞ് വെക്കണം. ഓക്കെ, അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, മല്ലിയില, പുതിനയില, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക്, കുറച്ച് ഉപ്പ്, ഒരു നാരങ്ങ ആൻഡ് കുറച്ച് ഫിഷ് മസാല എടുത്തിട്ടുണ്ട്. ഞാനത് ഫുള്ള് യൂസ് ചെയ്യുന്നില്ല, അതിലെടുത്ത് അത്ര യൂസ് ചെയ്യുന്നില്ല. അതിൽ കുറച്ച് ഞാനൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇത്തിരി യൂസ് ചെയ്യുന്നുണ്ട്. അതൊരു ഓപ്ഷണൽ ആയിട്ടുള്ള കാര്യമാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി. പിന്നെ സ്പിനാച്ച് എടുത്തിട്ടുണ്ട്. അത് ഗ്രീൻ കളറാണല്ലോ, അപ്പോൾ ഗ്രീനിലുള്ള എന്ത് സാധനം നമുക്ക് ചേർക്കാം. കുറച്ച് ഒരു അയണും കാര്യങ്ങളും കുറച്ചുള്ള സ്പിനാച്ച് ആയതുകൊണ്ടാണ് ഞാനത് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ്. നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം കേട്ടോ. എന്നാൽ അതിൽ ഒട്ടി നിൽക്കും വേണം, ലൂസായിട്ട് പോരാനും പാടില്ല, അധികം വെള്ളം ഏറാനും പാടില്ല. അങ്ങനെ വേണം നിങ്ങൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എല്ലാ പച്ച ഇലകളും ഇട്ടിട്ടുണ്ട്, കുരുമുളക് ഇട്ടിട്ടുണ്ട്. കുരുമുളക് നന്നായിട്ട് അരയാത്തതായതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടി ഇതിലിട്ടിട്ട് മിക്സ് ചെയ്യാൻ വിചാരിക്കുന്നത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടണം. ഇഞ്ചി വെളുത്തുള്ളി കുറച്ചായതുകൊണ്ട് ഞാനൊരു ഇഞ്ചിയും ഒരു വെളുത്തുള്ളിയും കൂടി എക്സ്ട്രാ ഇടുന്നുണ്ട് കേട്ടോ. ഓക്കെ, എന്നിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അരച്ചെടുത്തതിന് ശേഷം ഇപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഇത് അരച്ചെടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. മഞ്ഞൾപ്പൊടിയും ഉപ്പും ഈ ഒരു പേസ്റ്റ് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ആദ്യം ഒരു ഫിഷ് മസാല എടുത്തില്ല, അതിൽ നിന്നൊരു തുള്ളി എടുത്തിട്ട് അതും കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഫിഷിൽ തേച്ച് പിടിപ്പിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇനി നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഫിഷിലേക്ക് തേച്ച് വെക്കണം കേട്ടോ. അപ്പോൾ ഫിഷ് നന്നായിട്ട് വരഞ്ഞ് വെക്കണം, എന്നാൽ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ആ മസാല ചെല്ലുള്ളൂ, അല്ലെങ്കിൽ പുറത്ത് മാത്രമേ മസാല ഉണ്ടാവുള്ളൂ. അതേപോലെ അത് നമ്മളൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ആ മൗത്തിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് തേക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് എല്ലാ മസാലയും അതിൻ്റെ ഉള്ളിൽ തന്നെ മേലിൻ്റെ ഉള്ളിലൊക്കെ തേച്ച് വെക്കുക. സോ ഞാൻ തേച്ച് വെച്ചിട്ടുണ്ട്. ഒരു 30 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. പുറത്ത് തന്നെ വെക്കുന്നത്, ഫ്രിഡ്ജിലൊന്നല്ല, പുറത്ത് തന്നെ 30 മിനിറ്റ് തേച്ചിട്ട് വെക്കാം. ഇപ്പോൾ ഏകദേശം 30 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് ഗ്രില്ല് ചെയ്യാം. ഗ്രില്ല് ചെയ്യാൻ നമ്മുടെ അടുപ്പിൻ്റെ അടിയിലുള്ള ഗ്രില്ലിലാണ് ഞാൻ ഗ്രില്ല് ചെയ്യുന്നത്. സോമലിലാണ് ഗ്രില്ല് ചെയ്യണത്. അപ്പോൾ ഞാൻ ഗോൾഡ് ഫോയിലിൻ്റെ മേലെയാണ് ഇത് വെച്ചിട്ടാണ് ഗ്രില്ല് ചെയ്യണത്. അപ്പോൾ ഒരു ഗോൾഡ് ഫോയിലിൻ്റെ മേലെ വെച്ചിട്ട് നന്നായിട്ട് ഹീറ്റ് ചെയ്യാം. സോ ഏകദേശം ആയിട്ടുണ്ട്, ഒരു ഭാഗം ആയിട്ടുണ്ട്. ഇനി മറിച്ചിട്ടിട്ട് മറ്റേ ഭാഗം ആക്കണം. സോ നമ്മളിത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ മേലൊക്കെ ഒന്ന് നാരങ്ങയൊക്കെ ഒന്ന് പിഴിഞ്ഞിട്ട് വേണം ഇത് കഴിക്കാൻ. നല്ല ടേസ്റ്റായിരുന്നു. ഈ ഫിഷ് ബ്രീം എന്ന് പറയുന്ന ആ ഫിഷിൻ്റെ ഒരു ഗുണം, അതേപോലെ ഈ മസാലയും നന്നായിട്ട് ഗ്രില്ലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ തിന്നിട്ട് മതിയായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇറ്റ് വാസ് സോ ഡിലീഷ്യസ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. സോ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. 100% ഗ്യാരണ്ടിയാണ് ഇതിൻ്റെ ടേസ്റ്റിനെ കുറിച്ച്. സോ നിങ്ങൾ ഈ മസാല ഒക്കെ ഇടുമ്പോൾ നിങ്ങളുടെ ഉപ്പും ഒക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കുക. ഒന്നുകൂടി സ്പൈസി വേണ്ടവർക്ക് കുറച്ചും കൂടി സ്പൈസി ആഡ് ചെയ്യാം. ഇത് ഒരു നോർമൽ സ്പൈസിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക് യു ഗൈസ്. അപ്പോൾ ഇത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഡിഷാണ്. അതേപോലെ ഒരു ഓയിലും കാര്യങ്ങളൊന്നും
പ്രത്യേകിക്കുന്നില്ല. നിങ്ങൾ കീറ്റോയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡയറ്റോ എന്ത് ചെയ്യുകയാണെങ്കിലും ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗ്രില്ലില്ലെങ്കിൽ ഇത് ജസ്റ്റ് തവ ഫ്രൈ ആക്കി ചെയ്താലും മതി. നമ്മൾ സാധാ പൊരിക്കുന്ന പോലെ കുറേ വെളിച്ചെണ്ണ യൂസ് ചെയ്യാതെ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് പാനിലാക്കിയിട്ട് അല്ലെങ്കിൽ തവയിലാക്കിയിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ നല്ല ഒരു ഡിഷാണ്, നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. സോ ട്രൈ.